ഞാൻ എഴുതുന്ന മരുന്നുകൾ വാങ്ങിക്കൊടുക്കണം. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവര് തള്ളിയിട്ടപ്പോ ശരിക്കും തലയിടിച്ചാ വീണത്. എന്തായാലും ഞാൻ തന്നിരിക്കുന്ന മരുന്നുകൾ കൊടുക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സയ്ക്കായിട്ട് ഹൈദരാബാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. അതിനുള്ള പണവും കണ്ടെത്തിയതാ. പക്ഷേ അപ്പോഴേക്കും അതെങ്ങനെ ഒരു ദുരന്തത്തെ കലാശിച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇപ്പോൾ തന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യൂ. പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. ആ, എന്നാ ശരി. ശരി. ശരി, ഇറങ്ങട്ടെ. ശരി ഡോക്ടർ, വളരെ ഉപകാരം. പെട്ടെന്ന് എത്തിയില്ലേ? ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നല്ല ശരീരവേദനയാ, പുറം പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു. അത് മാറാനുള്ള മരുന്ന് ഡോക്ടർ കുറിച്ച് തന്നിരിക്കുന്നത്. ശാലിനി, എന്താ അച്ഛാ? മോളെ, അവരെ പോലീസ് വിളിച്ചാ? അവരാരായാലും നമുക്ക് കണ്ടുപിടിക്കാം അച്ഛാ. പണവും അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഞാൻ SHOയെ വിളിച്ചു വരുത്താം. വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ വിട്ടൂടാ. അമ്മയെ കൊണ്ട് പോയൊരു കംപ്ലൈന്റ് കൊടുക്കാം. സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിരിക്കുക. എടാ, ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ അവര് വന്നത്. സുബൈർ പറയട്ടെ, സുബൈർ പറഞ്ഞ ഞങ്ങൾ മാറാന്ന് പറഞ്ഞപ്പോഴാ അവർ ഉപദ്രവം തുടങ്ങിയത്. എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഗുണ്ടകളെ പിടിച്ച് നാട് വിടാൻ പറ്റില്ലല്ലോ. വിഷ്ണുട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണം. മോളെ, എന്നെ ഇവിടെ നിർത്തല്ലേ. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. അവിടുന്ന് പോന്നതാ എല്ലാത്തിനും കാരണം. എടാ മക്കളെ, എന്നെ വീട്ടിൽ കൊണ്ടാക്കടാ. ഉണ്ടാക്കുവോ?